ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? നമുക്കിന്നേ വളരെ ടേസ്റ്റി ആയിട്ട് ഒരു കപ്പപ്പുഴുക്ക് തയ്യാറാക്കിയാലോ? എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇതുപോലെ കുഴഞ്ഞിരിക്കുന്ന കപ്പപ്പുഴുക്കിലേക്ക് നല്ല മുളകിട്ട മീൻകറിയും കൂടെ കോരി ഒഴിക്കുമ്പോൾ ആഹാ, അടിപൊളിയല്ലേ? എന്നാൽ പിന്നെ വായോ. നമ്മളിവിടെ 2 കിലോ കപ്പയോളം എടുത്തിട്ടുണ്ടായിരുന്നു. കൂടുതലും മുട്ടിക്കപ്പയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൊത്തി എരിഞ്ഞ് വന്നപ്പോൾ കുറച്ച് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കപ്പയെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഈ രീതിയിലൊന്ന് കൊത്തി എരിഞ്ഞൊക്കെ എടുക്കുന്നുണ്ട്. ചെറിയ കറവലൊക്കെ വേണ്ടിയിട്ടുണ്ട്, പക്ഷെ നമുക്ക് വല്ലപ്പോഴും ഒക്കെ കപ്പ കിട്ടാറുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളൊന്നും കളയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ നമ്മൾ കപ്പയൊക്കെ ഒന്ന് കൊത്തി എരിഞ്ഞ് റെഡിയാക്കി ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. അതായത് ഒരു 5-6 വട്ടമെങ്കിലും നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം, വെള്ളം തെളിയുന്നിടം വരെ. ഇനി നമുക്ക് അതിനെ ഒന്ന് വേവാനായിട്ട് വെച്ചാലോ? അങ്ങനെ ഞാൻ കപ്പയ്ക്കകത്തോട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെക്കുന്നുണ്ട്. കപ്പയുടെ മേലെ നിൽക്കണം നമ്മൾ തിളപ്പിക്കാനായിട്ട് വെക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അന്നാലാണ് കപ്പ നല്ല വൃത്തിയായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. കപ്പയുടെ താഴെ വെള്ളമൊക്കെ കിടന്നിട്ടുണ്ടെങ്കിൽ കപ്പ നന്നായിട്ട് വെന്ത് കിട്ടണം എന്നില്ല. അപ്പോൾ അതൊന്ന് തിളച്ച് വന്നോട്ടെ. അന്നേരത്തേക്ക് നമ്മൾ അരപ്പൊന്ന് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ മുളകാണ് എടുത്തിരിക്കുന്നത്. കാന്താരി ഉണ്ടെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്കിപ്പോൾ ഇതേ ഉള്ളൂ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മല്ലിപ്പൊടിയാണ് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി എടുക്കാം കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ 1/4 ടീസ്പൂൺ മതി, അല്ലാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കണേ. അങ്ങനെ നമ്മളിതെല്ലാം കൂടെ കല്ലിൽ വെച്ച് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഓവറായിട്ടല്ല, ചെറുതായിട്ടൊന്ന് ചതച്ചാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ കപ്പയൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിളച്ച് വന്നപ്പോഴത്തേക്ക് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെന്തിട്ടില്ല, ഇനി വേവാനായിട്ട് താമസമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിലേക്ക് ആയതുകൊണ്ട് തന്നെ സ്വല്പം കൂടുതൽ ഉപ്പ് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം കപ്പ ഊറ്റുന്ന സമയത്ത് വെള്ളം നമ്മൾ പോകുമല്ലോ, സ്വാഭാവികമായിട്ടും കുറച്ച് ഉപ്പ് അങ്ങനെ പോകും. ബാക്കി കുറച്ച് ഉപ്പ് മാത്രമേ നമ്മുടെ കപ്പയിലേക്ക് പിടിക്കത്തുള്ളൂ. അപ്പോൾ അതനുസരിച്ച് ചെയ്തോളുക. പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഇത് മതിയാവും കേട്ടോ. അങ്ങനെ കുറച്ച് ഒരു 5-6 മിനിറ്റ് നമ്മളൊന്നുകൂടെ വേവിക്കാനായിട്ട് തുറന്ന് വെച്ച് തന്നെ വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കപ്പ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കത് ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു കുഞ്ഞി കഷ്ണം കപ്പ എടുത്തിട്ട് വയറിട്ടൊന്ന് ചവച്ച് നോക്കിയാൽ മതി, അപ്പോഴും നമുക്ക് മനസ്സിലാവും കേട്ടോ. അങ്ങനെ നമ്മുടെ കപ്പയൊക്കെ തിളച്ച് വന്നപ്പോൾ നമ്മുടെ സ്റ്റൗ ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് ഇനി നമുക്കതിനെ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കണം. അങ്ങനെ നമ്മൾ കപ്പയുടെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കുറച്ചായിട്ട് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഉപ്പ് ചേർക്കുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഉപ്പ് പിടിക്കാൻ എളുപ്പം നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. ഇനി നമ്മൾ അരപ്പൊക്കെ ഇട്ട് കൊടുത്തൊരു സ്വല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അരപ്പ് പാത്രത്തിൻ്റെ അടിഭാഗത്തോട്ട് ചെല്ലണം, കപ്പയിൽ മുഴുവൻ പിടിക്കത്തക്ക വിധത്തിൽ എത്തണം. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ബാക്കി ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മീൻകറിയും കൂടെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പം കപ്പയൊന്ന് റെഡിയാക്കാൻ പോയത് കാരണം നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഇത്തിരി ഒന്ന് ചെറിയൊരു കരിവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മീൻകറിയുടെ റെസിപ്പിയൊക്കെ നമ്മുടെ ചാനലിൽ പണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള മീൻകറി റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ മീൻകറിയുടെ റെസിപ്പിയൊന്നും ഞാൻ കാര്യമായിട്ട് പറയുന്നില്ല, അപ്പോൾ വെറുതെ ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കപ്പ ആവിയൊക്കെ ഒന്ന് കയറി റെഡിയാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇളക്കി നോക്കുക, എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ടോ. അപ്പോൾ അതിൻ്റെ തുറക്കുമ്പോൾ നല്ലൊരു മണമാണ്. കപ്പ ഇഷ്ടമുള്ളവർക്ക്, കപ്പ ഇഷ്ടമില്ലാത്തവരൊക്കെ വളരെ ചുരുക്കം മാത്രമല്ലേ. അങ്ങനെ നമ്മുടെ കപ്പയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളൊന്ന് ഇളക്കി നോക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള അല്ലെങ്കിൽ അല്ലാത്ത കറികളുടെ റെസിപ്പി ആണെങ്കിലും ഒരുപാട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണണം. അപ്പോൾ അങ്ങനെ നമ്മുടെ കപ്പ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് നമ്മൾ പുറത്തേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കപ്പ ഇളക്കാനുള്ള കോലൊക്കെ ഉണ്ടാവും വീടുകളിലൊക്കെ. ഞങ്ങൾക്കൊക്കെ ഈ തവികളൊക്കെ മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും ഇതുപോലെ നല്ല വൃത്തിയായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് കുഴയ്ക്കാൻ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുഴച്ചെടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിൽ കഴിക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ധാരാളമാണ് കേട്ടോ. അപ്പം ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് കുഴച്ച് കൊടുക്കണം ഒരു 2-3 മിനിറ്റ്. അപ്പോഴത്തേക്ക് നല്ല കുഴഞ്ഞ് കപ്പ ഇങ്ങനെ വരും കേട്ടോ. പിന്നെ കപ്പയുടെ ആ ഒരു വേവിനനുസരിച്ചിരിക്കും നമുക്ക് റെഡിയാക്കി കിട്ടാനും.
അതുപോലെ തന്നെ കുക്കറിൽ വെച്ച് ചിലരൊക്കെ വേവിക്കാറുണ്ട്. പക്ഷേ കപ്പയൊക്കെ സംബന്ധിച്ച് കുക്കറിൽ വെച്ച് വേവിക്കേണ്ട കാര്യമില്ല, നമുക്കിങ്ങനെ വേവിച്ചെടുക്കാവുന്ന കാര്യമുള്ളൂ. അങ്ങനെ നമ്മുടെ മീൻകറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നാൽ പിന്നെ വേഗം തന്നെ നല്ല ചൂടോടുകൂടി നല്ല കപ്പയും നല്ല കുടംപുളിയിട്ട അടിപൊളി മീൻകറിയും കൂടെ കഴിച്ചാലോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ഹൈപ്പും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ വീണ്ടും കാണും വരെ ടാറ്റാ.